വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞൻ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുവളച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. മതബോധന ഗ്രന്ഥത്തിലെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചുള്ള ഭാഗമാണ് ഇന്ന് നാം പ്രേക്ഷകർക്കായിട്ട് വിശദീകരിക്കുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് പൊതുവെ നമ്മുടെ കത്തോലിക്കർക്ക് ഒരു ശൈലിയുണ്ട്. സന്ധ്യാപ്രാർത്ഥനയെക്കുറിച്ച് വീടുകളിൽ പറയാം, ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കുകയാണ്. അതുമാതിരി കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ നീ ഇന്ന് കുർബാന കണ്ടോ, അങ്ങനെയുള്ള ചില പ്രാർത്ഥനാ രീതികളെക്കുറിച്ചുള്ള ഒരു ദൈവ അനുസ്മരണമാണ്, അല്ലെങ്കിൽ ദൈവത്തെ ഓർക്കുന്ന ചില സന്ദർഭങ്ങളാണ് പ്രാർത്ഥന എന്നുള്ളൊരു സൂപ്പർഫിഷ്യലായിട്ടുള്ളൊരു ധാരണയുണ്ട് ജനങ്ങൾക്ക്. അന്ന് വിശദീകരിക്കാമോ പ്രാർത്ഥനയെക്കുറിച്ച്? എന്താണ് മതബോധന ഗ്രന്ഥം പറയുന്നത്? പ്രാർത്ഥന ഒരു ദൈവസ്മരണയാണ്, ദൈവത്തെ സ്മരിക്കലാണ് എന്ന് പറയുന്നതിൽ ആഴമായ അർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും ദൈവത്തെ ഇങ്ങനെ ഓർക്കൽ മാത്രമാണോ പ്രാർത്ഥന. പക്ഷേ ദൈവത്തെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിനെ നമ്മളെ തന്നെ അടിയറവ് വയ്ക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ദൈവത്താൽ നയിക്കപ്പെടുന്നതിൻ്റെ ഒരു ആത്മബോധമാണത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥന. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് മനസ്സിനെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന എന്ന് ഇതിനു മുമ്പുള്ള ഏതൊരു എപ്പിസോഡിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവത്തെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തെ സ്മരിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മുടെ സൃഷ്ടാവായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു. ദൈവമാണ് നമ്മുടെ പരിപാലകൻ. ദൈവം നമ്മുടെ ആത്മാവിനെ അയച്ച് നമ്മളെ ഓരോ നിമിഷവും അവിടുത്തെ നിമന്ത്രണങ്ങൾ നമ്മിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ആഴമായ അർത്ഥങ്ങൾ ഇതിലുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പറയില്ലേ, മക്കളെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം, സ്മരിക്കണം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കും, എന്തുകൊണ്ട് ഇപ്പോൾ എത്ര ഓർക്കാൻ, അവരുടെ മക്കളാണല്ലോ നമ്മൾ, അതിലിപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇപ്പോൾ എത്ര ഓർക്കാനുണ്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിള്ളേർക്ക് മനസ്സിലാവാണ്ടാണ്. എപ്പോഴെപ്പോഴും അപ്പച്ചൻ അമ്മച്ചി എന്നിങ്ങനെ പറഞ്ഞിരിക്കാനല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ മാതാപിതാക്കളിൽ നിന്ന് വന്നതാണ്, അവരുടെ ജീവിതത്തിലുള്ള ഒരുപാട് പ്രത്യേകതകൾ സഞ്ചിതമായിട്ട് എൻ്റെ മനസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഞാനിപ്പോൾ ആയിരിക്കുന്ന എൻ്റെ ചിന്തകൾ, എൻ്റെ വൈകാരികമായ ലോകം, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ സ്വഭാവ സവിശേഷതകളൊക്കെ മാതാപിതാക്കളുടെ ജീൻസിനാൽ കുറേയൊക്കെ നിയന്ത്രിക്കപ്പെടുന്നതും, അതുപോലെ ചെറുപ്പകാലത്ത് അവരെന്നെ അഭ്യസിപ്പിച്ചതിനോട് ഞാൻ എങ്ങനെ പ്രതികരിച്ചു അതിനനുസരിച്ച് രൂപപ്പെട്ടതുമാണ്. അപ്പോൾ മാതാപിതാക്കളെ മാറ്റി നിർത്തി എൻ്റെ അസ്തിത്വത്തെ കാണാൻ എനിക്ക് സാധിക്കില്ല. ഞാനായിരിക്കുന്നതിൻ്റെ ഏറ്റവും ആദ്യ കാരണവും ഇപ്പോൾ ഇത്ര എത്തിയതിൻ്റെ കാരണവും അവർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ അംഗീകാരം കൊടുക്കുക എന്നതാണ് ഈ പ്രാർത്ഥന. അപ്പോൾ ദൈവത്തെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ആ ബന്ധം ഓർമ്മിക്കലാണ്, അല്ലാണ്ട് വെറുതെ ദൈവത്തെ ഇങ്ങനെ ഓർക്കുക എന്നുള്ളത് അല്ല പ്രാർത്ഥന. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്മരിക്കുമ്പോൾ ആദികാരണമായ ദൈവത്തെ നമ്മൾ സ്മരിക്കുന്നു, എന്നെ നിയന്ത്രിക്കുന്ന അരൂപിയെ ഞാൻ ഓർക്കുന്നു. ത്രിത്വിക ദൈവത്തെ തന്നെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏത് മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഈശ്വരൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ബോധം, ഈശ്വരൻ്റെ ആത്മാവിൻ്റെ ഒരു വിളയാട്ടമാണ് എന്നൊക്കെ നമ്മൾ ഹിന്ദുമത സംസ്കാരത്തിൽ പറയും. അപ്പോൾ അത് പല മതങ്ങളിലും പലതരത്തിലുള്ള മെറ്റഫേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, രൂപകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും അതിൻ്റെ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പള്ളിയിൽ പോയിട്ട് കുർബാന കാണുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കാണുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ആ അർത്ഥത്തിൽ അല്ല അതിൻ്റെ യഥാർത്ഥമായ ആഴമായി അത് യോജിപ്പിക്കുന്നത് എന്ന് നമ്മുടെ പ്രേക്ഷകരെ അറിഞ്ഞിരിക്കുന്നതല്ല. അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലി എന്ന് പറഞ്ഞാൽ എന്തോ രണ്ട് കടപ്പാടുകൾ തീർക്കുന്നത് പോലെയുള്ള ഒരു ഭാഷയാണ് സാധാരണ നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ സഭ കൽപ്പിക്കുന്ന ഏതോ ഒരു ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റി, നമ്മൾ വണ്ടി ശരിയാണ്, ഇനി സ്വർഗത്തിലേക്കുള്ള വഴി ശരിയായി, എന്നാലേ ക്രിസ്ത്യാനിയാവുന്നുള്ളൂ എന്നുള്ള. അപ്പോൾ ക്രിസ്തീയത എന്നുള്ളതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, ഒരു സ്വത്ത് നിർണയ രൂപകമായിട്ട് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. പക്ഷെ നമ്മളൊക്കെ
ആഴപ്പെടേണ്ട ഒരു കാര്യം, ഞാൻ ദൈവസ്മരണയിലാണ് എന്ന് പറഞ്ഞാൽ ദൈവവുമായി നിരന്തരമായ ബന്ധത്തിലാണ്. ദൈവം എനിക്കാരാണ്, ഞാൻ ദൈവത്തിന് ആരാണ് എന്നുള്ള ആ രണ്ട് കാര്യങ്ങളും അനുഭവസ്ഥമായി അനുഭവിച്ചുകൊണ്ട് ആ സ്മരണയിൽ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരവസരത്തെക്കുറിച്ചാണ് ഈ മതബോധന ഗ്രന്ഥം 3 തരം പ്രാർത്ഥനാ രീതികളെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് ഈ വോക്കൽ പ്രയറിനെ കുറിച്ചുണ്ട്, വാചിക പ്രാർത്ഥനയെക്കുറിച്ച്. പിന്നെ മെഡിറ്റേറ്റീവ് പ്രയർ, കണ്ടംപ്ലേറ്റീവ് പ്രയർ, അങ്ങനെ 3 സ്റ്റൈൽ പറയുന്നുണ്ട്. അതിൽ വാചിക പ്രാർത്ഥനയെക്കുറിച്ച് സാധാരണ നമ്മളൊക്കെ കൊച്ചുനാളിൽ മുതൽ പ്രാർത്ഥന ചൊല്ലിപ്പഠിക്കുക, അല്ലെങ്കിൽ നമസ്കാരങ്ങൾ ചൊല്ലിപ്പഠിക്കുക, അത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള ഒരു വാചിക പ്രാർത്ഥനയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കണം. ആമുഖമായിട്ട് നമ്മൾ പറയണം, വാചിക പ്രാർത്ഥന വാക്കുകൊണ്ടുള്ള പ്രാർത്ഥനയായാലും ചിന്ത കൊണ്ട് ധ്യാനം കൊണ്ടുള്ള പ്രാർത്ഥനയായാലും അതിലുപരി നമ്മുടെ വൈകാരികമായ ലോകം മുഴുവൻ ഉൾപ്പെടുന്ന അനുഭവസ്ഥമായ കോണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞ ധ്യാന യോഗം എന്ന് പറയുന്ന ആ പ്രാർത്ഥനാ രീതിയിലും എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ദൈവവുമായി ഐക്യത്തിലായിരിക്കുക, ആ അനുഭൂതിയിലായിരിക്കുക. അതിലേക്ക് നയിക്കാനുള്ള വിവിധ വഴികളാണ് ഒന്ന്. വാചിക പ്രാർത്ഥന എന്ന വാക്കുകൊണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വാക്ക് ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രകാശനമാണ്. അത് നമ്മൾ ഒരാൾ സംസാരിക്കുന്നു, അതിൽ വ്യക്തി പൂർണ്ണമായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു വ്യക്തി പൂർണ്ണമായി ഉൾക്കൊണ്ടുള്ള വാക്കുകൾ എപ്പോഴും ആ വ്യക്തിയുടെ തന്നെ ഒരു പ്രതിബിംബമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ ആളുകളെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രഥമ വഴി വാക്കുകളാണ്. അപ്പോൾ ഈ വാക്കുകൾ ചൊല്ലി നമ്മൾ ദൈവത്തെ വിശേഷിപ്പിച്ച്, അല്ലെങ്കിൽ ആരോടാണോ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളെങ്കിൽ ആ വിശുദ്ധരോട് ഒക്കെ ഓർമ്മിപ്പിച്ച് നമ്മൾ ചൊല്ലുന്ന ഈ പ്രാർത്ഥനകളിൽ എല്ലാം നമ്മൾ ശ്രമിക്കുന്നത് അതിൽ നമ്മൾ എന്തുമാത്രം ലയിച്ച് ഈ സ്വത്വങ്ങളുമായിട്ട് നമ്മൾ ഐക്യത്തിൽ ആയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വാചിക പ്രാർത്ഥന വാക്കുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തെ അതിൽ പൂർണ്ണമായി നമ്മൾ സന്നിവേശിപ്പിച്ചിട്ട് നമ്മളെ തന്നെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നു. അപ്പോൾ വാക്കുകൾ കൊണ്ട് പറയുക എന്ന് പറഞ്ഞാൽ വാചിക പ്രാർത്ഥന. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കരുത് ഈ ചുണ്ട് മാത്രമാണ് വാചിക പ്രാർത്ഥനയിൽ ഉള്ളതെന്ന്. ചിന്ത കൂടുതൽ വരണം, ചിന്ത വരണം, പഞ്ച ഇന്ദ്രിയങ്ങളും വരണം. ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലെ സംസാരത്തിന് അത്യാവശ്യമായ നാക്ക് അവിടെ ഉപയോഗിച്ചു കഴിഞ്ഞു. അതൊരു പഞ്ച ഇന്ദ്രിയമാണല്ലോ. തൊലി തീർച്ചയായിട്ടും, ത്വക്കുകളും അതിൽ ഇടപെടുന്നുണ്ട്. പിന്നെ സ്വരം, ഞാൻ പറയുന്ന സ്വരം ഞാൻ തന്നെ കേൾക്കുന്നുണ്ട്, ഞാൻ സാറിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മണത്തിൻ്റെ ഒരു കാര്യം മാത്രമേ കുറവുള്ളൂ. പഞ്ചേന്ദ്രിയങ്ങളിലെ 4 ഇന്ദ്രിയങ്ങളും ഇവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ വാക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വ്യക്തിയുടെ പൂർണ്ണമായ ഉൾച്ചേരലിൻ്റെ ഒരു ഭാവം കൂടിയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ പ്രാർത്ഥനകളെ, അത് പ്രത്യേകിച്ച് സമൂഹമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന ആ സ്വരം വേറൊരാളുടെ സ്വരവുമായിട്ട് ലയിക്കുന്നു. അത് ആ സമൂഹത്തിൽ തന്നെ സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ ഇന്ന് വളരെ ശാസ്ത്രീയമായിട്ട് തരംഗത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങളൊക്കെ വരുമ്പോൾ വലിയ ഇമ്പാക്റ്റ് നമ്മുടെ ശരീരങ്ങളിലും നമ്മുടെ സമൂഹത്തിലും വ്യക്തികളിലും മനസ്സിലും വൈകാരിക ലോകത്തും അത് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലും സംഭവിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ശരീരത്തിലെ 5 ഇന്ദ്രിയങ്ങളും അതിലൂടെ കൂടെ നമ്മുടെ ബൗദ്ധികമായ ഇന്ദ്രിയങ്ങളും, അതാണ് നേരത്തെ സാറ് പറഞ്ഞ ബുദ്ധിപരമായിട്ട് അത് മനസ്സ് അതിൽ കൊടുക്കണം. അപ്പോൾ ബുദ്ധി, മനസ്സ് എല്ലാം, ആത്മാവ് എല്ലാം അതിൽ ഉൾച്ചേരുന്നുണ്ട് വാസ്തവത്തിൽ. ഇപ്പോൾ വാചിക പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ അധരങ്ങൾ കൊണ്ടുള്ളൊരു വ്യായാമമായിട്ട് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ആ പ്രാർത്ഥനയെ ചിലർ ഇഷ്ടപ്പെടാത്തത്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്താണോ നമുക്ക് ദൈവത്തോട് പറയാനുള്ളത് എന്നുള്ളതിനെ ഒരു മൊഴിമാറ്റം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെ സമൂഹത്തോടൊപ്പം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ദൈവവുമായിട്ടുള്ള ഐക്യത്തിൻ്റെ ഒരു പ്രകാശനം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. അത് അവരെയും ശക്തിപ്പെടുത്തുന്നു. ഇപ്പം അതൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഈ ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ പങ്കിട്ട് ഓരോ പ്രാർത്ഥനകൾ ചൊല്ലി, അത് സ്തുതിപ്പായാലും സ്വയം പ്രേരിത പ്രാർത്ഥനകൾ സ്തുതിപ്പായാലും
അല്ലെങ്കിൽ അപേക്ഷയായാലും പശ്ചാത്താപത്തിൻ്റേതായാലും മഹത്വപ്പെടുത്തലിൻ്റേതായാലും അത് ചെയ്യുമ്പോൾ അതിന് സമൂഹത്തിൻ്റെ ഒരു രീതി കടന്നു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മെച്ചം. ഈ വാചിക പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഈ സൃഷ്ടി തന്നെ വചനത്താലാണ്, ശബ്ദം കൊണ്ടാണ് അല്ലേ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിതാവ് വെളിപ്പെടുന്ന പലപ്പോഴും ശബ്ദത്താലാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ശ്രവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചില അവസരങ്ങളിൽ സ്വരങ്ങളിലാണ്. അപ്പോൾ വാചിക അതുപോലെ കുർബാനയിൽ തന്നെ കൈകെട്ടി നിന്ന് കുർബാനയിൽ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്. അവർ സമൂഹം ആമയെന്ന് പറയുമ്പോൾ ഒരിക്കൽ ഒരുമിച്ച് ആമയെന്ന് പറയും. ചില അച്ഛന്മാർ പറയും നിങ്ങൾ മലയാളം അറിയുന്നവരാണെങ്കിൽ ആ പുസ്തകം എടുത്തൊന്ന് കൈ പിടിക്കുക, അപ്പോൾ നിങ്ങൾക്ക് അതിൽ ആ ശ്രദ്ധ കുറച്ചും കൂടിയും അതിൽ ഉൾച്ചേരാൻ പറ്റുമെന്നാണ്. അപ്പോൾ അവരിപ്പോൾ എല്ലാ ദിവസവും കേൾക്കുന്ന പ്രയറുകളല്ലേ, നമുക്ക് പറയുന്ന റിപ്ലൈ ആമേനല്ല, ഞാൻ പറഞ്ഞോളാം എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ വാചിക പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞ മാതിരി ശരീരം ഹോൾ ബോഡി പ്രൈസ് എന്നുള്ളൊരു ലെവലിലേക്ക് അത് വളർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. സെക്കൻഡ് ആയിട്ട് പറയുന്നത് പിന്നെ മെഡിറ്റേറ്റീവ് പ്രയറിനെ കുറിച്ചാണ്, ധ്യാനം. ധ്യാനത്തെക്കുറിച്ച് പൊതുവേ പ്രേക്ഷകർ പെട്ടെന്ന് ഇപ്പോൾ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തെക്കുറിച്ചായിരിക്കും ആൾക്കാർക്ക് മനസ്സിൽ വരിക. പക്ഷേ ഈ മതബോധന ഗ്രന്ഥം പറയുന്ന ധ്യാനം അതല്ല അല്ലേ, അതൊരു മെഡിറ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ മിക്കവാറും കൂടുതലും സൈലൻസ് ആയിരിക്കും. അതെ, ഈ പോപ്പുലർ മിഷൻ അല്ലെങ്കിൽ നമ്മൾ അത് സാമൂഹികമായ ഒരു തരത്തിലുള്ള പ്രാർത്ഥനകളാണ്. അത് ശരിക്കും വാചിക പ്രാർത്ഥനകളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ പൊതുവേ ഇന്ന് ജനങ്ങൾ ഒരുമിച്ച് കൂടി നടക്കുന്ന എല്ലാ സ്ഥലത്തും, ഇപ്പോൾ നൊവേനയായാലും അല്ലെങ്കിൽ വിശുദ്ധ ബലിയായാലും അല്ലെങ്കിൽ മിഷൻ ധ്യാനങ്ങളായിട്ട് നമ്മളിങ്ങനെ വളരെ സ്തുതിച്ച് പാടിയൊക്കെ, ഇതെല്ലാം കൂടുതൽ വാചിക പ്രാർത്ഥനയാണ്. പക്ഷേ അതിൻ്റെ പേര് ധ്യാനം എന്നായിരിക്കും. ധ്യാനം എന്നാണ്. അതുകൊണ്ട് അത് സൂചിപ്പിക്കുന്നത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പലതും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ നടക്കേണ്ടത് മനനമാണ്, ദൈവവുമായിട്ട് ഐക്യത്തിലാണ് എന്നുള്ള ഒരു സംക്ഷേപം അതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ഇതിനെ ധ്യാനം എന്ന് പറയുന്നത്. പക്ഷേ ധ്യാനം എന്ന ആത്മീയ മുറ കത്തോലിക്ക സഭയിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലും ധ്യാനമുണ്ട്. അത് ഓരോ തരത്തിലും ധ്യാനത്തിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്, പലതരം ധ്യാനങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ധ്യാന യോഗത്തെക്കുറിച്ച്, കോണ്ടംപ്ലേറ്റീവ് പ്രയറിനെ കുറിച്ച് നമ്മൾ പിന്നീട് പറയും, അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പറയാം. അപ്പോൾ അതിന് മുമ്പ് ഒരുക്കമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഉള്ള ആ ധ്യാനം എന്ന് പറയുന്നത് വചനം വായിച്ച് അതിനെ മനനം ചെയ്ത് നിശബ്ദതയിൽ ഞാനും ദൈവവുമായി ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ഒരു പ്രക്രിയയ്ക്കാണ്. അപ്പോൾ അതിന് നമുക്ക് പലതും ചെയ്യാം. നമുക്ക് പലർക്കും ധ്യാനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിൾ വചനങ്ങൾ ഉപയോഗിക്കാറുണ്ട്, ബൈബിൾ ഭാഗങ്ങൾ. ഇപ്പോൾ നമ്മൾ ധ്യാനം സെമിനാരികളിലൊക്കെ ധ്യാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയമുണ്ട്, എല്ലാ ദിവസവും കാലത്ത് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ്. പിന്നെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ വേറെ, പിന്നെ കാനോനിക പ്രാർത്ഥനകൾ വേറെ. അതേസമയം ഇപ്പോൾ ചില സിസ്റ്റേഴ്സിനൊക്കെ അവർ 1 മണിക്കൂറാണ് ധ്യാനം, അവർ ധ്യാനത്തിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് മദർ തെരേസയൊക്കെ എല്ലാ ദിവസവും വിശുദ്ധ ബലി കഴിഞ്ഞ് 1 മണിക്കൂർ കാലത്ത് ധ്യാനിച്ചിരുന്നു. സായാഹ്നത്തിലും അതുപോലെ 1 മണിക്കൂർ ധ്യാനിച്ചിരുന്നു. അപ്പോൾ ഈ ധ്യാനത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് സമൂഹത്തിന് പ്രാധാന്യമില്ല. ഞാൻ എൻ്റെ സൃഷ്ടാവായ ദൈവവും എൻ്റെ സ്നേഹപരനായ ദൈവവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടാൻ ഏതെങ്കിലും പുസ്തകങ്ങളോ വേറെ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ച് എൻ്റെ ചിന്തയെ അതിലേക്ക് കൊണ്ടുവന്ന് ആ കാര്യത്തെ മനനം ചെയ്ത് അതിൽ നിന്ന് ഞാൻ ജീവിതത്തിലേക്ക് പകർത്തേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന, അതിലൂടെ എൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ മനസ്സിനോട് സമമാക്കി കൊടുക്കുന്ന, ജീവിതത്തെ മാനസാന്തരപ്പെടുത്തുന്ന ഒരു പ്രത്യേകമായ ആത്മീയ അഭ്യാസമാണ്. ഇപ്പോൾ ഇതിൽ ചിന്ത മാത്രമല്ല ഉള്ളത്. ഇപ്പോൾ ഞാൻ ഈ താലന്തിൻ്റെ ഉപമ വായിക്കുമ്പോൾ ആ 5 താലന്ത് കൊടുത്തവനുണ്ട്, 2 കിട്ടിയവനുണ്ട്, 1 കിട്ടിയവനുണ്ട്. അപ്പോൾ ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഭാവനയും അതിൽ ചേരാം. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം വരുമല്ലോ, ഒരു യജമാനനായ നമ്മുടെ മനസ്സിലുള്ള ഒരു യജമാനൻ്റെ ചിത്രത്തിൽ ഒരാളിങ്ങനെ നിൽക്കണു, ഇവരിങ്ങനെ ആൾക്കാർ വരുന്നു, അവരുടെ വിശ്വസ്തരായ ആളുകൾക്ക് എന്തോ കൊടുക്കുന്നു, 5 നാണയങ്ങൾ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അതിൽ ഭാവന വന്നു, നമ്മൾ ചിത്രം പോലെ കാണുകയാണ് കുറേശ്ശെ. അപ്പോൾ ഭാവനയുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവരത് സ്വയം പറയണ ഒരു കാര്യമുണ്ട്. ഒരാൾ അത് 5 കൊണ്ട് വ്യാപാരം ചെയ്തു, വേറെ ആൾ 2 കൊണ്ട് വ്യാപാരം ചെയ്തു, വേറെ ആൾ പറഞ്ഞു നിന്ന് ഞാനിപ്പോൾ ഇത് ഇല്ലെങ്കിലും കൊടുത്തില്ലെങ്കിലും അയാൾക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ടോ, അപ്പം ഞാനിപ്പോൾ ഇതായിട്ട് കൊണ്ടുപോയി പണിത് കഷ്ടപ്പെടേണ്ട കാര്യമില്ല, അയാൾ വരുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ സാധനത്തെ അയാൾ കുഴിച്ചിട്ടു. അപ്പോൾ അത് അയാളോട് പറയുന്ന ആ കാര്യത്തെ നമ്മളും ചിലപ്പോൾ ഒരു വ്യക്തി വായിക്കുമ്പോൾ അതിനോട്
വൈകാരികമായിട്ട് പോലും സാധർമ്മ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ആത്മകഥം പോലെ അയാൾ പറയുന്നത് നമ്മുടെയും പലപ്പോഴും ആത്മകഥമാണ്. ദൈവത്തോടുള്ള ബന്ധത്തിലും മറ്റുള്ളവരുടെ ബന്ധത്തിലും നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വേണം ദൈവത്തിനെ ജീവിക്കാനാണ്, അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല, നമ്മളിങ്ങനെ കിടന്ന് ചാവേണ്ട. നമ്മൾ ചില നേരത്ത് പലതും നമ്മളോട് തന്നെ നമ്മളിങ്ങനെ ഒരു ആത്മകഥം ചെയ്യും. ആ ആത്മകഥം ചെയ്യുന്ന ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇച്ചിരി ഭാവനയും ഇച്ചിരി വികാരവും ഒക്കെ വരും. അപ്പോൾ ചിന്ത, വികാരം, ഭാവന, അതുപോലെ നമ്മുടെ ചില അഭിരുചികൾ എല്ലാം ഉൾച്ചേരുന്നതാണ് ഈ ധ്യാനവും. അതാണ് ഇപ്പോൾ വാചിക പ്രാർത്ഥനയായാലും ധ്യാനമായാലും ഇനി പറയാൻ പോകുന്ന ഒരുപക്ഷെ പ്രാർത്ഥനയുടെ ഏറ്റവും പരമരൂപമായ ധ്യാനയോഗമായാലും ഇതിലെല്ലാത്തിലും അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. പറയുന്ന ആ രീതിയിൽ വ്യത്യാസമുണ്ടെങ്കിലും, പ്രാർത്ഥനയുടെ രീതി വ്യത്യാസമുണ്ടെങ്കിലും, എല്ലാത്തിലും അടിസ്ഥാനമായി നിൽക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായി അതിൽ സന്നിവേശിപ്പിക്കുക, ആ പ്രാർത്ഥനയുടെ ഉള്ളിൽ ആരുമായിട്ടാണോ നമ്മൾ ബന്ധപ്പെടുന്നത് ആ ആളുമായിട്ട് പരിപൂർണമായ ഐക്യത്തിലാക്കുക. അതിൽ ഒരു സ്ഥലത്ത് വാചികമായിട്ട് പുറത്തേക്ക് പറയുന്നു, അപ്പോൾ സമൂഹമായിട്ട് പങ്കെടുക്കാൻ അതിനെ പറ്റുന്നു. രണ്ടാമത്തെ ധ്യാനത്തിൽ എന്താണെങ്കിലും അത് കുറേ കൂടി ബൗദ്ധികമായിട്ട് അതിനെ ചിന്തിക്കും. അതിൽ കുറച്ചുകൂടി നമ്മൾ ആഴമായിട്ട് പറയേണ്ട കാര്യം, നമ്മളിപ്പോൾ ബൈബിള് വായിക്കുകയാണെങ്കിൽ, ഇനി ബൈബിളല്ലാത്ത പുസ്തകങ്ങളും വായിക്കാം. ചിലർ ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, വിശുദ്ധന്മാരുടെ ചില ഭാഗങ്ങൾ വായിക്കുന്നു, സഭാപിതാക്കന്മാരുടെ പഠനങ്ങളായിരിക്കും. അത് വായിച്ചിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഒരു പള്ളിയിൽ പോയി ഇങ്ങനെ ഇരുന്നു. ഇപ്പോൾ നിത്യാരാധനകളുണ്ട്, ഒരുപാട് പേര് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്. അപ്പോൾ ആ അവസരത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. സെമിനാരികളിലും മഠങ്ങളിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ അച്ഛന്മാരുടെയൊക്കെ സന്യാസ ആശ്രമങ്ങളിൽ ഒക്കെ ഒരുപാട് അങ്ങനത്തെ ഗ്രന്ഥങ്ങൾ തന്നെയുണ്ട് വായിച്ച് ധ്യാനിക്കാവുന്നത്. കുരിശുമനാശ്രമത്തിൽ സാറിടയ്ക്ക് പോണതാണല്ലോ. ഇപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, ഭക്ഷണം കഴിക്കണ നേരത്തൊക്കെ ഇവർ വായിക്കും. അതിൽ തന്നെ 3-4 ടെക്സ്റ്റുകളിൽ നിന്ന് വായിക്കണം. ബെർണാഡ് എന്ന് പറയുന്ന ആ സന്യാസിയുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ വായിക്കും. പിന്നെ ചിലപ്പോൾ ഏതെങ്കിലും ആത്മീയമായ ഇന്നത്തെ ബൈബിളിനെ കുറിച്ച് എഴുതിയ ലേറ്റസ്റ്റ് ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വായിക്കും. അപ്പോൾ ആ നേരത്ത് ഇവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ഇതൊരു ചവിട്ടോർമ്മ പോലെ ഈ സൈഡോടൊക്കെ വരുന്നു. അപ്പോൾ ഇതുപോലെ ആണ് ഈ ധ്യാനത്തിൽ നമ്മളിത് ആദ്യം ഒന്ന് വായിക്കുന്നു, എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഇപ്പോൾ സെമിനാരികളിലൊക്കെ പരിശീലിക്കുന്ന പല മെത്തേഡുകളുണ്ട്. ഇഗ്നേഷ്യൻ മെത്തേഡ്, അതായത് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള തുടങ്ങിയ മെത്തേഡുകൾ, ഇങ്ങനെ പലതരം രീതികളുണ്ട്. എന്നാൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ് വായിച്ചു, ആ ഭാഗമൊക്കെ ഒന്ന് മനസ്സിൽ ശരിക്കും കണ്ടു, ആ വാക്കുകളൊക്കെ ഒന്ന് ഓർത്തു. പ്രത്യേകിച്ച് ബൈബിളാണെങ്കിൽ അതിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ താലന്തിൻ്റെ ഉപമ വായിക്കുമ്പോൾ നമ്മൾ താലന്തിൻ്റെ ഉപമ പറഞ്ഞതുകൊണ്ട് പറയാണ്, അതിന് ഒരു ലിറ്ററൽ സെൻസ് ഉണ്ട് ബൈബിൾ വായിക്കുമ്പോൾ. നമ്മൾ ബൈബിൾ പഠനങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. വാചികമായ അർത്ഥം എന്താണോ അവിടെ എഴുതിയിട്ടുള്ളത് അതിൻ്റെ നേരിട്ടിട്ടുള്ള ഭാഷാന്തരം ചെയ്യുന്ന ഒരു മലയാളത്തിലുള്ള ഒരർത്ഥം നമ്മൾ എടുക്കുന്നു. അതിനെയാണ് ലിറ്ററൽ സെൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ബൈബിളിലെ ഒരു ഫുള്ളർ സെൻസ്, ഒരു ആന്തരികമായ അർത്ഥമുണ്ട്. ഈ ആന്തരികമായ അർത്ഥം നമ്മളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് പിന്നീട് നമ്മൾ ധ്യാനിക്കുന്നത്. ധ്യാനിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ അടിയൊഴുക്കുകൾ, എന്നോട് ഇതെന്താണ് സംസാരിക്കുന്നത്, ഇതിൻ്റെ ആന്തരാർത്ഥങ്ങൾ എന്താണ്, അത് എന്താണ്, ഇംപ്ലിക്കേഷൻസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ പറയും. ഒരു കാര്യത്തിൻ്റെ ഉള്ളർത്ഥങ്ങൾ എന്താണ്, ഉള്ളടക്കം എന്താണ്, അതാണ് ഫുള്ളർ സെൻസ്. അത് പൂർത്തീകരിക്കപ്പെടുന്നില്ല. എനിക്ക് അത് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാവില്ല. കാരണം ബൈബിൾ ഇപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടു. ഓരോ കാലഘട്ടത്തിലും ഓരോ ആളുകൾക്ക് അതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ മാറി 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 കിട്ടിക്കൊണ്ടിരിക്കും, കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഞാൻ ഈ താലന്തിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ അത് വിശദീകരിച്ച് കൊടുത്തു പിള്ളേർക്ക്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, നമുക്ക് താലന്ത് ആരാ തരാ? അവർ ചോദിക്കുന്നത് തന്നെ, ഇപ്പം 5 എണ്ണം കൊടുത്തു പറഞ്ഞാൽ 2 എണ്ണം കൊടുത്തു പറഞ്ഞു, നമുക്കിത് എവിടെ കിട്ടുക? ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് ടാലന്റ്. ഇംഗ്ലീഷ് നമ്മൾ ടാലന്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ അവർക്ക് അതൊരു പുതിയൊരു താലന്താണല്ലേ ടാലന്റ്. അപ്പം നിനക്കുള്ളപ്പോഴുള്ള കഴിവുകളുണ്ടല്ലോ, അത് 5-ൽ കൂടുതലുണ്ടല്ലോ. നീ നന്നായിട്ട് പാടും, നന്നായി വരയ്ക്കും, നന്നായി ഓടും, ആർട്സിലും സ്പോർട്സിലും ഒക്കെ നീ അങ്ങനെയാണ് ഇത് കണ്ടല്ലേ. അത് ഒരു വലിയ ശതമാനം അത് പേഴ്സണാലിറ്റി സ്കിൽസാണ്. അതുപോലെ തന്നെയാണ് നന്മ, വെർച്യൂസ് എന്നുള്ള പറയുന്ന വേറൊരു ലോകം. താലന്തിനെ അപ്പോൾ അങ്ങനെയുള്ള പിള്ളേർക്ക് അത് മനസ്സിലാവുന്നുണ്ടാവില്ല. അവര് നാണയം വേറെ കൊടുക്കണം അത് അവർ ലിറ്ററൽ സെൻസിൽ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ വാചിക അർത്ഥത്തിൽ ഏതോ 5 നാണയങ്ങൾ കൊടുത്തു, അതിൻ്റെ ആന്തരാർത്ഥമാണ് വാസ്തവത്തിൽ പറഞ്ഞാൽ അത് അവരുടെ തന്നെ അസ്തിത്വത്തിൽ അവർക്ക് നിവേശിപ്പിച്ചിട്ടുള്ള അവരുടെ വ്യക്തിത്വ കഴിവുകളും
അവരുടെ നന്മയും സുഹൃതങ്ങളും ഇതൊക്കെയാണ് അതിൻ്റെ ആന്തരകാര്യങ്ങൾ എന്ന്. പക്ഷെ അത് വിശദീകരിച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവരോട് ഞാൻ 5 എന്നുള്ളത് 10 ആക്കിയിട്ട് ആ 10 കൊണ്ട് അയാൾ പോലെ ചെയ്ത് ആ 10 കൊണ്ട് സമർപ്പിച്ചു. ടോട്ടൽ സറണ്ടറാണ് അവസാനം വരുന്നത്. വളർത്തുന്നത് നമുക്ക് വേണ്ടിയല്ല, അത് മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്, മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിക്കാനാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭാഗം അതിനെയാണ് നമ്മൾ ഈ ഫുള്ളർ സെൻസ്, ആന്തരികമായ അർത്ഥം. പിന്നെ ഇതിന് വേറൊരു അർത്ഥം കൂടി നമ്മൾ ബൈബിളൊക്കെ വായിക്കുമ്പോൾ മെറ്റഫോറിക്കൽ എന്ന് പറയുന്ന ഒരു രൂപക അർത്ഥം എന്നല്ലെങ്കിൽ അനലോജിക്കൽ അർത്ഥം എന്നൊക്കെ പറയും. അത് എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേരണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മോറൽ സെൻസ് എന്നും പറയും. അതായത് ധാർമ്മികമായി അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ അതെല്ലാം കൂടിയാണ് നമ്മൾ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 തരം അർത്ഥം. ഒന്ന് വാചികാർത്ഥം, രണ്ടാമത്തെ ഒരു നമ്മുടെ അതിൻ്റെ ആന്തരാർത്ഥം, മൂന്നാമത്തെ ആത്മീയാർത്ഥം. ആത്മീയ അർത്ഥത്തിൽ നമുക്ക് കുറേ കൂടി സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം ഞാൻ 5 താലന്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു രീതി വ്യത്യാസം വരാം. ഇപ്പം എൻ്റെ സ്വാഭാവികമായ കഴിവുകളാകണമെന്നില്ല. ചിലപ്പോൾ ആത്മീയമായ ചില വെർച്യൂസിനെ ആയിരിക്കാം ഞാൻ 5 താലന്തായിട്ട് ചിലപ്പോൾ കണക്കാക്കുന്നത്. എൻ്റെ ജീവിതവുമായിട്ട് അത് ബന്ധപ്പെടുത്തി അത് ഒരു രൂപക അർത്ഥത്തിൽ അനലോജിക്കലായിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചില ബൈബിളൊക്കെ വായിച്ച് വ്യാഖ്യാനിക്കുന്ന ആളുകൾ, ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ളൊരാശയമായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ ഓരോ സഭാപിതാക്കന്മാരൊക്കെ അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സഭയെ അവർ ഓരോ രൂപകത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മളതിന് വത്തിക്കാൻ കൗൺസിൽ നോക്കിക്കഴിഞ്ഞാൽ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് പറയുന്നു, അത് ദൈവജനമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അപ്പോൾ പിന്നെ ഈ കാറും കോളും നിറഞ്ഞ കടലിലൂടെ ഇങ്ങനെ അവർ യാത്ര ചെയ്യുന്നു. അപ്പോൾ ആ നൗക മറിയാനായിട്ട് പോകുന്നു. അപ്പോൾ ഈ നൗക സഭയുടെ ഒരു പ്രതീകമാണ്. അപ്പോൾ അതിൽ നമ്മൾ കർത്താവിനെ വിളിച്ചില്ലെങ്കിൽ സഭ മുങ്ങും. ഇങ്ങനെയൊക്കെയുള്ള ആത്മീയ അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയും നമ്മുടെ വിശുദ്ധരും എല്ലാ സഭാപിതാക്കന്മാരും ബൈബിൾ പണ്ഡിതരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പക്ഷേ ഒരു കാര്യമുള്ളത്, നമ്മുടെ വാചികമായ അർത്ഥവും അതുപോലെ തന്നെ നമ്മുടെ ആന്തര അർത്ഥവും അതുപോലെ തന്നെ നമ്മുടെ ഈ ആത്മീയ അർത്ഥവും പൊരുത്തമുള്ളതായിരിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട്. കാരണം ചിലപ്പോൾ ചില ആളുകൾ ഒരു ബൈബിൾ കണ്ട് വായിച്ചിട്ട് ഒരു തരവും ബന്ധമില്ലാത്ത ആത്മീയ അർത്ഥം പറയും. സ്വന്തം വ്യാഖ്യാനത്തിലൂടെ പോകുമ്പോൾ കേൾക്കുമ്പോൾ ഇമ്പം തോന്നും, പക്ഷേ അതായിരിക്കില്ല ഒരു പക്ഷേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ബൈബിളിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ തീയിടാനാണ് വന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ ചില ടീമുകളെല്ലാം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ തീയിടാനാ വന്നത്, ക്രിസ്ത്യാനികൾ തലനോടത്ത് മുഴുവൻ തീയിടുകയാണ് എന്ന് നശിപ്പിക്കുകയാണ് എന്ന് പറയണം. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഞാൻ ഉപ്പ്, മനുഷ്യൻ ഒരു ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരാൾ പ്രകാശമാണ്, ഉപ്പാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ പീഠത്തിൻ്റെ മുകളിൽ കത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാചികമായിട്ട് ചില ആൾക്കാർ നമ്മൾ ദീപം കത്തിച്ച് നടക്കണം, അങ്ങനെ ദീപപ്രദർശനങ്ങൾ വേണം, അങ്ങനെ വേറെ ചിലർ പറയുന്നത് അത് പ്രകാശമാണ്. വേറെ ചില ആൾക്കാർ അതിനെ അവരുടെ ഒരു ആത്മീയമായ ഒരു വഴിവഴച്ച ഒരു ഉത്തരവ് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് വേറെ തോന്നിയാസം ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ. ഇനി അത് കഴിഞ്ഞ് ഈ ധ്യാനത്തിൽ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. നേരത്തെ സാറ് സൂചിപ്പിച്ച കാര്യം അതാണ്, എൻ്റെ ജീവിതത്തിൽ ഞാനിതെങ്ങനെ പ്രാവർത്തികമാക്കാം. ഇപ്പോൾ നേരത്തെ കുട്ടികളോട് സാറ് പറഞ്ഞു, ഇത് നമ്മൾ വർദ്ധിപ്പിക്കണം, എന്നിട്ട് സ്വരുക്കൂട്ടി വയ്ക്കരുത്, ദൈവത്തിന് മറ്റുള്ളവർക്കായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കണം, അപ്പോഴാണ് നമ്മുടെ ജീവിതം മഹത്വപ്പെടുന്നു പറഞ്ഞു പോലെ. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് ഓരോ കുട്ടിയും ചിന്തിക്കും. ഞാൻ പ്രസംഗിക്കാൻ ഇച്ചിരി കഴിവുള്ള ആളാണെങ്കിൽ ഞാൻ കൂടുതൽ വായിക്കണം, പഠിക്കണം, നല്ല രീതിയിൽ അതിൻ്റെ കലാപരമായി വളർത്തണം, എന്നിട്ട് അതിൽ സാരാംശമുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങണം. വെറുതെ ജനപ്രിയമായ കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ, ഇനി ആ പറയുന്ന കാര്യം ഞാൻ ജീവിക്കണം, അതിന് ഫലമായിട്ട് ഞാൻ ഇന്ന കാര്യം ജീവിതത്തിൽ ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രായോഗികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ചിന്തിക്കുമ്പോഴാണ് ധ്യാനം പൂർത്തിയാവുന്നത്. അപ്പോൾ ധ്യാനത്തിൽ വാസ്തവത്തിൽ ഏതെങ്കിലും പുസ്തകങ്ങളോ ബൈബിളോ ഒരു ആത്മീയ ഗ്രന്ഥമോ വായിച്ച് അത് ആദ്യം ഒന്ന് ഭാവനയിൽ കണ്ട് അത് ബൗദ്ധികമായിട്ട് അതിനെക്കുറിച്ചൊന്ന് പഠിച്ച് അതിൻ്റെ വാചികാർത്ഥവും ആന്തരാർത്ഥവും അതിൻ്റെ മറ്റ് ആത്മീയ അർത്ഥങ്ങളൊക്കെ നിരൂപിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് ദൈവവുമായിട്ട് നിശബ്ദതയിലിരുന്ന്
അതിനെ മനനം ചെയ്ത് അതിൽ നമ്മുടെ വൈകാരികവും ഭാവനയും ഒക്കെ ചേർക്കുകയും ചെയ്യാം. അതിൻ്റെ വെളിച്ചത്തിൽ ദൈവമേ ഞാൻ എന്താണ് ഈ വചനം അനുസരിച്ച് ജീവിക്കേണ്ടതെന്ന് പ്രായോഗികമായി കണ്ടുപിടിച്ച് തീരുമാനങ്ങളെടുത്ത് അത് ദൈവത്തിനെ സമർപ്പിച്ച് പൂർത്തിയാക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് ധ്യാനം എന്ന് പറയുന്നത്. നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാറായി. പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച്, ക്രൈസ്തവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചുള്ള ആദ്യത്തെ 2 പോർഷൻസ്, അതായത് വാചിക പ്രാർത്ഥനയെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും അച്ഛൻ പ്രേക്ഷകർക്കായിട്ട് വിശദീകരിച്ചു കൊടുത്തു. അച്ഛൻ മദർ തെരേസയെക്കുറിച്ച് പറഞ്ഞ് പെട്ടെന്ന് ഓർത്ത് പോയത്, ഞാൻ മദറിൻ്റെ കൂടെ പോയി താമസിച്ചിരുന്നു. അപ്പോൾ വിശുദ്ധ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സിസ്റ്റേഴ്സ് പോയാലും മദർ പോവില്ല, മദർ അവിടെ ഇരിക്കും. അവിടെയാണ് നമ്മൾ മദറിൻ്റെ ഒരു ഇത് കാണുന്നത്. മദർ തന്നെ അവിടെ ഇരുന്ന് അപ്പോൾ മദറിനെ വെയിറ്റ് ചെയ്യാനായിട്ട് കുറേ പേര് വെയിറ്റ് ചെയ്യണ്ടായിരിക്കും. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് മദർ. നമ്മുടെ പള്ളികളിലും കാണാം, കുർബാന കഴിഞ്ഞാൽ ചില അമ്മച്ചിമാർ കൊന്തയൊക്കെ ചൊല്ലി വളരെ പീസ്ഫുൾ മൈൻഡിലാണ് പോവുക. ആ സമയം ചിലർ വിശദീകരണത്തിൻ്റെ പേര് ഇവിടെ സ്വസ്തി എന്ന് പറയുമ്പോഴേക്കും മൊബൈൽ ഓൺ ചെയ്ത് കാർ ഓൺ ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ട്. കാരണം ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളിലേക്ക് ഇറങ്ങി പോകുന്ന സന്ദർഭങ്ങളിൽ എന്തായാലും പ്രേക്ഷകർക്ക് നല്ലൊരു അനുഭവമായിരിക്കുന്നു കരുതുന്നു. അച്ഛനെ എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. ക്രൈസ്തവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച്, അവൻ്റെ ദൈവാനുസ്മരണത്തെക്കുറിച്ചും വാചിക പ്രാർത്ഥനയെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും എല്ലാം പ്രേക്ഷകർക്കായിട്ട് ഡോക്ടർ വിൻസെൻ്റ് കുറുവിള അച്ഛൻ വിശദീകരിച്ചത് എല്ലാവരും കണ്ടിരിക്കുമല്ലോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.